ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ അടുത്ത ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത് മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഈ ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ. ഈ ചാപ്റ്ററിനെ നമുക്ക് 3 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ചൂടെ, ഇറ്റ്സ് 2 ഡയമെൻഷണൽ മോഷൻ. ഫസ്റ്റ് ചാപ്റ്റർ 1 ഡയമെൻഷണൽ മോഷൻ ആണ്, സെക്കൻഡ് ചാപ്റ്റർ 2 ഡയമെൻഷണൽ മോഷൻ ആണ് ജനറലി. ഓക്കെ, സോ മോഷൻ ഇൻ എ പ്ലെയിൻ. മോഷൻ ഇൻ എ പ്ലെയിൻ. മോഷൻ ഇൻ എ പ്ലെയിൻ. ഓക്കെ, മോഷൻ ഇൻ എ പ്ലെയിൻ, ദാറ്റ്സ് ദ നെയിം ഓഫ് ദ ചാപ്റ്റർ. ഇതിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. അതിലെ ഫസ്റ്റ് പാർട്ട് വെക്റ്ററാണ്. വെക്റ്റേഴ്സ്. എന്താ വെക്റ്റർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ. അല്ലേ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റീനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കും. It's a physical quantity having both magnitude and direction. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. The physical quantity having both magnitude and direction. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവണം, ഡയറക്ഷൻ ഉണ്ടാവണം. പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായാൽ മാത്രം ഒരു ക്വാണ്ടിറ്റി ഒരു കാരണവശാലും വെക്റ്റർ ആവില്ല. അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് എക്സാമ്പിളാണ് കറണ്ട്. ഇങ്ങനെ ഒരു ബാറ്ററി നമ്മളൊരു ബൾബിനോട് കണക്ട് ചെയ്തു. ഇതിന്ന് 2 ആംപിയർ കറണ്ടാണ് പാസ് ചെയ്യണത്. സോ നമുക്കറിയാലോ, കറണ്ടിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക്. ഇതാണ് കറണ്ടിൻ്റെ ഡിറക്ഷൻ. സോ നമ്മളോട് ചോദിക്കുകയാണ്, കറണ്ട് സ്കേലാർ ആണോ വെക്റ്റർ ആണോ എന്ന് ചോദിച്ചാൽ, മാഗ്നിറ്റ്യൂഡ് ഉണ്ട് 2 ആംപിയർ, ഡയറക്ഷൻ ഉണ്ട് പോസിറ്റീവ് ടു നെഗറ്റീവ്. എന്നാലും കറണ്ട് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. കറണ്ട് ഈസ് എ സ്കേലാർ. അതിൻ്റെ റീസൺ സിമ്പിൾ ആണ്. ഇറ്റ് വിൽ നോട്ട് ഒബേ ദ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. ഒരു ക്വാണ്ടിറ്റി വെക്റ്റർ ആവണമെങ്കിൽ അത് വെക്റ്റർ അഡീഷൻ ഒബേ ചെയ്യണം. എന്ന് പറഞ്ഞാൽ, ഇങ്ങനൊരു വെക്റ്ററും വന്നാൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്റർ കൂടെ വരാം. ഇതറിയാൻ വേണ്ടി നിങ്ങൾ 11th സ്റ്റാൻഡേർഡിലെ വെക്റ്റർ അഡീഷൻ ഒന്നും പഠിക്കണ്ട. ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ 2 കയറ് കെട്ടിയിട്ട് ഒരാൾ ഇങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും വലിച്ചാൽ ആ സ്റ്റൂൾ എങ്ങോട്ടാ പോരാ? സെൻറ്ററിലൂടെ. അതന്നെ വെക്റ്റർ അഡീഷൻ. ഈ നിയമം അനുസരിച്ചാൽ മാത്രമേ ഒരു ക്വാണ്ടിറ്റി വെക്റ്ററായിട്ട് മാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഇലക്ട്രിക് പോസ്റ്റാണ്. ഈ വീട്ടിലേക്ക് കറണ്ട് കണക്ഷൻ എടുത്തു, ഈ വീട്ടിലേക്കും കറണ്ട് കണക്ഷൻ എടുത്തു. ഇവിടെ ഒരു വീടുണ്ട്, അയാൾ കറണ്ട് കണക്ഷൻ എടുത്തില്ല. ഇഫ് കറണ്ട് ഈസ് എ വെക്റ്റർ, ഈ രണ്ടിൻ്റെ റിസൾട്ടൻ്റ് ഇങ്ങനെ വരാം. ഈ വീട്ടിലേക്കും കറണ്ട് കിട്ടില്ല, ഈ വീട്ടിലേക്കും കറണ്ട് കിട്ടില്ല. കറണ്ട് കണക്ഷൻ എടുക്കാത്ത പുതിയ വീട്ടിലേക്ക് കറണ്ട് സുഖമായിട്ട് കിട്ടും. ഈ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? സോ ഇഫ് കറണ്ട് ഈസ് എ വെക്റ്റർ, ദിസ് വിൽ ഹാപ്പൻ. അങ്ങനെ ഒരു സംഭവം വരുന്നില്ല. ഓക്കെ, ഇറ്റ് വിൽ നോട്ട് ഒബേ ദ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. സോ കറണ്ട് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പം നമുക്ക് വെക്റ്ററിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യാം. എങ്ങനെ? വാട്ട് ഈസ് മീൻ ബൈ വെക്റ്റർ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ആൻഡ് ഇറ്റ് ഷുഡ് ഒബേ ദ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. What is mean by vector എന്ന് ചോദിച്ചാൽ, it is a physical quantity having both magnitude and direction and it should obey the law of vector addition. Okay, it should obey the law of vector addition. What is mean by vector എന്ന് ചോദിച്ചാൽ, it's a physical quantity having both magnitude and direction and it should obey the law of vector addition. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവണം, ഡയറക്ഷൻ ഉണ്ടാവണം. അതെന്ത് ചെയ്യും വേണം? വെക്റ്റർ അഡീഷൻ ഒബേ ചെയ്യും വേണം. Okay, it's a physical quantity having both magnitude and direction and it should obey the law of vector addition.
കൃത്യമായിട്ട് മനസ്സിലായില്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ക്വാണ്ടിറ്റി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ്, ഇതാണ് ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വാണ്ടിറ്റി. ഓക്കെ, സോ കുറേ തരം വെക്ടറുകളുണ്ട്. ഈക്വൽ വെക്റ്റേഴ്സ്. ഓക്കെ, അടുത്തത് നെഗറ്റീവ് ഓഫ് എ വെക്റ്റർ. നെഗറ്റീവ് ഓഫ് എ വെക്റ്റർ. അടുത്തത് കൊല്ലീനിയർ വെക്റ്റേഴ്സ്. കൊല്ലീനിയർ വെക്റ്റേഴ്സ്. അടുത്തത് കോപ്ലനാർ വെക്റ്റേഴ്സ്. കോപ്ലനാർ വെക്റ്റേഴ്സ്. ഓക്കെ, കോപ്ലനാർ വെക്റ്റേഴ്സ്. ദെൻ അടുത്തത് കോ ഇനീഷ്യൽ വെക്റ്റേഴ്സ്. കോ ഇനീഷ്യൽ വെക്റ്റേഴ്സ്. അടുത്തത് കോ ടെർമിനസ് വെക്റ്റേഴ്സ്. കോ ടെർമിനസ് വെക്റ്റേഴ്സ്. അടുത്തത് യൂണിറ്റ് വെക്റ്റർ. അടുത്തത് സീറോ വെക്റ്റർ. അടുത്തത് പൊസിഷൻ വെക്റ്റർ. പൊസിഷൻ വെക്റ്റർ. അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ. ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ. അടുത്തത് ഓർത്തോഗണൽ വെക്റ്റേഴ്സ്. ഓർത്തോഗണൽ വെക്റ്റേഴ്സ്. അടുത്തത് ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ്. ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ്. ഇത്രയും തരം വെക്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഈക്വൽ വെക്റ്റേഴ്സ്, നെഗറ്റീവ് ഓഫ് എ വെക്റ്റർ, കൊല്ലീനിയർ വെക്റ്റേഴ്സ്, കോപ്ലനാർ വെക്റ്റേഴ്സ്, കോ ഇനീഷ്യൽ വെക്റ്റേഴ്സ്, കോ ടെർമിനസ് വെക്റ്റേഴ്സ്, യൂണിറ്റ് വെക്റ്റർ, സീറോ വെക്റ്റർ, പൊസിഷൻ വെക്റ്റർ, ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ, ഓർത്തോഗണൽ വെക്റ്റേഴ്സ് ആൻഡ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ്. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ്. ഓക്കെ, ഇനി ഇതിൽ ഓർത്തോഗണൽ അല്ലാത്ത ഒരുവിധം എല്ലാ വെക്റ്റേഴ്സും നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടും. വെക്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഇങ്ങനൊരു മെത്തേഡാണ് യൂസ് ചെയ്യുക. ഒന്ന് ഡാർക്കൻ ചെയ്ത് എഴുതും, അത് നമുക്ക് പോസിബിൾ അല്ല. നെറ്റ് മീൻസ് കമ്പ്യൂട്ടറിലൊക്കെയാണ് നമുക്ക് ഓക്കെ ബോൾഡാക്കിയാൽ മതി. എഴുതുമ്പോൾ ബോൾഡാക്കാൻ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പണി മാറ്റിയിട്ട് നമ്മളിങ്ങനെ ഒരു ആരോ കൊടുക്കും, ഓ സിംപ്ലി ഇങ്ങനൊരു വരട്ടാലും മതി. ഹിന്ദി എഴുതണമാതിരി ഇംഗ്ലീഷിൻ്റെ മുകളിൽ വരടാറില്ല. അപ്പോൾ ആ വരട്ടു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെക്റ്റർ എന്നാണ് മീൻ ചെയ്യണത്. ഓക്കെ, സോ അപ്പോൾ വെക്റ്റർ നൊട്ടേഷൻ നമ്മൾ കൊടുക്കുക ഒരു ലെറ്ററിൻ്റെ മുകളിൽ ഒരു ആരോ കൊടുത്തിട്ടാണ്. ഓക്കെ, ആരോ ഹെഡ് വേണമെന്നില്ല, ജസ്റ്റ് ഒരു വരട്ടെടുത്താലും ആ ക്വാണ്ടിറ്റി വെക്റ്ററാണ്. ലോജിക് ക്ലിയർ അല്ലേ? വെക്റ്ററിന് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും നമുക്കറിയാം. മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും. അതെന്ത് ഒബേ ചെയ്യും വേണം? വെക്റ്റർ അഡീഷൻ ഒബേ ചെയ്യും വേണം. ഓക്കെ, ഇനി നമുക്കിതിൽ ഓരോന്നോരോന്നായിട്ട് അനലൈസ് ചെയ്ത് നോക്കാം. ഈക്വൽ വെക്റ്റേഴ്സ്, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിലാണ് നമ്മൾ വെക്റ്റർ എന്ന് വിളിക്കുക. എപ്പോഴായിരിക്കും രണ്ട് വെക്ടറുകൾ ഈക്വൽ ആവുക? നോ ഡൗട്ട് അവരുടെ മാഗ്നിറ്റ്യൂഡുകൾ സെയിം ആയിരിക്കണം, ഡയറക്ഷൻ സെയിം ആയിരിക്കണം. അപ്പം അത് നീട്ടി വലിച്ചിട്ട് എഴുതിയാൽ പോരെ. ടു വെക്ടേഴ്സ് ഹാവിങ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡിറക്ഷൻ, then they are called equal vectors. Two vectors have same magnitude and same direction, then they are called equal vectors. Okay, വെക്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റീസിൽ ഒന്നാണ് we can drag this vector anywhere on this plane provided its magnitude and direction will not change. ഈ വെക്ടറിനെ നമുക്ക് ഈ ബോർഡിൽ എങ്ങോട്ടും മാറ്റി വരയ്ക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല, കറക്റ്റാണ്. കണ്ടീഷൻ ഉണ്ട്, ഈ വലുപ്പേ വരാൻ പാടുള്ളൂ, ഈ ഡയറക്ഷനേ ഉണ്ടാവാൻ പാടുള്ളൂ, അതിന് മാറ്റം വരരുത്. നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ആരോ അങ്ങനെ നീക്കില്ലേ, ആരോ നമ്മൾ എങ്ങോട്ട് നീക്കിയാലും ആരോൻ്റെ ആംഗിൾ സെയിം ആണ്, ആരോൻ്റെ സൈസ് സെയിം ആണ്. ഈ സ്റ്റൈലിൽ നമുക്ക് എങ്ങോട്ടും നീക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനൊരു വെക്ടറും ഇങ്ങനൊരു വെക്ടറും എ ബി, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഈ ബി എന്നുള്ളത് ഇവിടെ വരച്ചിട്ടുണ്ടാവും, നോ പ്രോബ്ലം,
കാരണം ഈ വെക്ടറിനെ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാൻ നമുക്ക് അവകാശമുണ്ട്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് എ എന്നുള്ള വെക്ടർ ഇവിടെ വരച്ചിട്ടുണ്ടാവും, ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഈ വെക്ടറിനെ നമുക്ക് എങ്ങോട്ടും മാറ്റാം. ഇതിനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആക്കരുത്, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ രണ്ട് വെക്ടറുകൾ സെയിം മാഗ്നിറ്റ്യൂഡ് സെയിം ഡിറക്ഷൻ ഇങ്ങനെ വരികയാണെങ്കിൽ ഈ വെക്ടേഴ്സ് എന്ത് വെക്ടേഴ്സാണ്? ഈക്വൽ വെക്ടേഴ്സാണ്. ഓക്കെ, ഇനി നോക്കിയേ, വാട്ട് മേ ബി നെഗറ്റീവ് ഓഫ് എ വെക്ടർ? നെഗറ്റീവ് ഓഫ് എ വെക്ടർ മീൻസ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡിറക്ഷൻ. സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ എ ആണെങ്കിൽ അതേ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡിറക്ഷനും വരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യുക? മൈനസ് എ. ഓക്കെ, അതിനെ മാർക്ക് ചെയ്യുക മൈനസ് എ എന്നാണ്. സോ എ വെക്ടർ വിത്ത് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡിറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് വെക്ടർ, then we can say that it's negative of the first vector. Okay, so a vector have same magnitude and opposite direction with respect to initial vector, then it is negative of initial vector. അപ്പോൾ രണ്ടെണ്ണയിലെ ഈക്വൽ വെക്ടർ നമുക്കറിയാം, ഈക്വൽ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ഡയറക്ഷനും. ഓക്കെ, നെഗറ്റീവ് ഓഫ് എ വെക്ടർ, a vector with same magnitude and opposite direction with respect to initial vector. ആദ്യത്തെ വെക്ടറിൻ്റെ അതേ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡിറക്ഷനും. ഓക്കെ, ഇനി തേർഡ് വൺ പറഞ്ഞതിൻ്റെ മുന്നേ മറ്റൊരു ഐഡിയയും കൂടി മനസ്സിലാക്കുക. കോ എന്നുള്ള വാക്കിൻ്റെ മീനിങ് സെയിം എന്നാണ്. കോ എന്നുള്ള വാക്കിൻ്റെ മീനിങ് സെയിം ആണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും co-linear vectors, co-linear vector വളരെ സിമ്പിളാണത്. ലീനിയർ ലൈനിലുള്ളത്, കോ സെയിം. അപ്പോൾ കൊലീനിയർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടു വെക്ടേഴ്സ് ഓൺ ദി സെയിം ലൈൻ. ടു വെക്ടേഴ്സ് ഓൺ ദ സെയിം ലൈൻ, ദേ ആർ കോൾഡ് കൊലീനിയർ വെക്ടേഴ്സ്. ഇവർ രണ്ടാളും കൊലീനിയറാണ്. അപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട്, ഈ രണ്ടെണ്ണം കൊലീനിയർ ആണോ? സിയും ഡിയും? നോ ഡൗട്ട് യെസ്. കൊലീനിയർ എന്നുള്ളതിൽ ഡയറക്ഷൻ പറയുന്നില്ല, ഒരേ ലൈനിൽ ഉണ്ടാവണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് രണ്ടും ഒരേ ലൈനിലല്ലേ? ഇനി ഇത് രണ്ടും ഒരേ ലൈനിലാണോ? സിയും എഫും? ഡെഫിനറ്റ്ലി യെസ്. കാരണം ഈ എഫിനെ നമുക്ക് കൊണ്ടിട്ട് ഇവിടെ വരയ്ക്കാം, ഇപ്പം അല്ല, പക്ഷെ അതിനെ ഈസി ആയിട്ട് നമുക്ക് എന്താക്കി മാറ്റാം? കൊലീനിയർ ആക്കി മാറ്റാം. ഓക്കെ, ഈ രണ്ട് വെക്ടേഴ്സ് കൊലീനിയർ ആവുമോ? ഒരു കാരണവശാലും ആവില്ല, എങ്ങോട്ട് മാറ്റിയാലും. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? സോ ഇതിൻ്റെ സെൻറ്റൻസ് എഴുതാൻ വളരെ വളരെ സിമ്പിൾ അല്ലേ? ടു വെക്ടേഴ്സ് ഓൺ ദ സെയിം ലൈൻ ഇസ് കോൾഡ് ഓർ ആർ കോൾഡ് കൊലീനിയർ വെക്ടേഴ്സ്. ടു വെക്ടേഴ്സ് ഓൺ ദ സെയിം ലൈൻ ആർ കോൾഡ് കൊലീനിയർ വെക്ടേഴ്സ്. അപ്പോൾ അടുത്തത് നോക്കിയേ, കോപ്ലനാർ വെക്ടേഴ്സ്. Two vectors on the same plane are called coplanar vectors. Two vectors on the same plane. ഈ ബോർഡിൽ വരച്ച എല്ലാ വെക്ടേഴ്സും കോപ്ലനാർ ആണ്. ഓക്കെ, ഇനി ഇപ്പം ഈ പെന്നും എൻ്റെ വിരലും കോപ്ലനാർ എങ്ങനെ വെച്ചാലും, കാരണം അവിടെ ഒരു പ്ലെയിൻ ഉണ്ടാവും. പക്ഷെ മൂന്ന് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ അപ്പം ചിലപ്പോൾ കോപ്ലനാർ ആവില്ല. ഈ രണ്ടെണ്ണം കോപ്ലനാറാണ്, ഈ രണ്ടെണ്ണം കോപ്ലനാറാണ്, ഈ രണ്ടെണ്ണം കോപ്ലനാറാണ്. പക്ഷെ ഈ മൂന്നും കൂടി എന്തല്ല? കോപ്ലനാർ അല്ല, ഇപ്പാണ്. അപ്പം ഈ മൂന്നും കൂടി ഇങ്ങനെ ഒരു പ്ലെയിനിലാണ്. രണ്ട് വെക്ടർ എന്ത് കട്ടിയിട്ടും കാര്യമില്ല, എങ്ങനെ വെച്ചാലും അത് കോപ്ലനാറാണ്. കാരണം അവിടെ നമുക്ക് ആ പ്ലെയിൻ ഇമാജിൻ ചെയ്യാം, എങ്ങോട്ട് വേണേൽ കൊണ്ടാവും. പക്ഷെ മൂന്നെണ്ണാണെങ്കിൽ കോപ്ലനാർ അല്ലാത്തതും വരാം, കോപ്ലനാർ ആയതും വരാം. ഓക്കെ, ഇനി അടുത്തത് കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. എന്തായിരിക്കും കോ ഇനീഷ്യൽ വെക്ടർ എന്ന് പറഞ്ഞാൽ? ടു വെക്ടേഴ്സ് സ്റ്റാർട്ട്സ് ഫ്രം ദി സെയിം പോയിന്റ്. ഓക്കെ, ഇങ്ങനെയുള്ള രണ്ട് വെക്ടറുകളെ നമ്മൾ വിളിക്കണ പേരാണ് കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് വെക്ടറുകൾ ഇവർ കോ ഇനീഷ്യൽ ആവുമോ? ആവും, 100% ഉറപ്പാണ്. ഈ ഡീനെ കൊണ്ട് ഇവിടെ വരച്ചാൽ പോരെ, നിർബന്ധമില്ല. പകരം എന്ത് ചെയ്താൽ മതി? ഈ സീനെ കൊണ്ട് ഇപ്പുറത്ത് വരച്ചാൽ പോരെ.
രണ്ട് രീതിയിൽ പറയാം. ഓക്കെ, ഈ രണ്ട് വെക്ടറുകൾ കോ ഇനീഷ്യൽ ആവുമോ? 100% ഉറപ്പാണ്. കാരണം ഇതിനെ കൊണ്ട് ഇപ്പുറത്ത് വരച്ചാൽ മതി. ഓക്കെ, ഈ രണ്ട് വെക്ടറുകൾ കോ ഇനീഷ്യൽ ആവുമോ? ആവും, 100% ഉറപ്പാണ്. ഈ രണ്ടാമത്തെ വെക്ടറിനെ ഒന്നിൻ്റെ മുകളിൽ കയറ്റി വരച്ചാൽ മതി. ഓക്കെ, സോ ഏത് രണ്ട് വെക്ടറിനെയും നമുക്ക് എന്തായി ട്രീറ്റ് ചെയ്യാം? കോ ഇനീഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യാം. സംശയമില്ലല്ലോ? ഓക്കെ, ഇനി അടുത്ത കേസ് വരുന്നത് കോ ടെർമിനസ് ആണ്. ടു വെക്ടേഴ്സ് എൻഡ്സ് അറ്റ് ദ സെയിം പോയിന്റ്. ends at the same point. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോട്ടർമിനസ്. ഇത് സ്റ്റാർട്ട്സ് ഫ്രം ദ സെയിം പോയിന്റ്, അതിനെ വിളിക്കുന്ന പേരാണ് കോ ഇനീഷ്യൽ. ends at the same point, അതിനെ വിളിക്കുന്ന പേരാണ് കോട്ടർമിനസ്. ഓക്കെ, സോ ഇങ്ങനൊരു വെക്ടറും ഇങ്ങനൊരു വെക്ടറും, ഈ രണ്ട് വെക്ടേഴ്സ് ഒരേ പോയിന്റിലാണ് അവസാനിക്കുക എന്നുള്ളതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കണത്? കോട്ടർമിനസ് വെക്ടേഴ്സ് വിളിക്കണത്. ടു വെക്ടേഴ്സ് ends at the same point, then it is called coterminous vectors. സോ ആറാമത്തെ വെക്ടറും ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇനി ഏഴാമത്തെ വെക്ടർ യൂണിറ്റ് വെക്ടർ. എന്താവും യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ? യൂണിറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം 1 ആണ്. സോ യൂണിറ്റ് വെക്ടർ മീൻസ് എ വെക്ടർ വിത്ത് മാഗ്നിറ്റ്യൂഡ് 1. എ വെക്ടർ വിത്ത് മാഗ്നിറ്റ്യൂഡ് 1 ഈസ് കോൾഡ് യൂണിറ്റ് വെക്ടർ. എക്സ് ആക്സിസിലെ യൂണിറ്റ് വെക്ടറാണ് ഐ ക്യാപ്. വൈ ആക്സിസിലെ യൂണിറ്റ് വെക്ടറാണ് ജെ ക്യാപ്. സെഡ് ആക്സിസിലെ യൂണിറ്റ് വെക്ടറാണ് കെ ക്യാപ്. എ വെക്ടർ വിത്ത് മാഗ്നിറ്റ്യൂഡ് 1. ഇതാണ് ശരിക്കും വെക്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് യൂസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. കാരണം നമുക്കറിയാം 3, 4, 5 എന്നുള്ളൊരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മീനിങ് നമ്മൾ പഠിച്ചു വെച്ചതാണ്. എക്സ് ആക്സിൽ 3 സെൻറ്റിമീറ്ററും വൈ ആക്സിൽ 4 സെൻറ്റിമീറ്ററും സെഡ് ആക്സിൽ 5 സെൻറ്റിമീറ്ററും. ഓക്കെ, അത് വെക്ടർ ആയിട്ടാണ് നമ്മൾ എഴുതണമെങ്കിൽ വെരി സിമ്പിൾ. ആർ ഇസ് ഈക്വൽ ടു എക്സ് ആക്സിൽ 3 സെൻറ്റിമീറ്റർ, സോ 3i. ഐ എന്ന് പറഞ്ഞ എക്സ് ആക്സിൽ 1 സെൻറ്റിമീറ്റർ അല്ലേ? വൈ ആക്സിൽ 4 സെൻറ്റിമീറ്റർ 4j. സെഡ് ആക്സിൽ 5 സെൻറ്റിമീറ്റർ 5k. ഈ ഒരു വെക്ടർ എഴുതിയാൽ ഈ ചിത്രം വരച്ചാൽ കിട്ടണതിനേക്കാളും ഐഡിയ നമുക്ക് കിട്ടുക. ഓക്കെ, അതിൻ്റെ കാരണം ആലോചിച്ചോളൂ. ഇങ്ങനെയാണ് വന്നതെങ്കിൽ 2i - 7j - 7k. ഇത് ഏത് ആക്സിസ് ആണ് ആലോചിക്കാൻ തന്നെ കുറച്ച് പണിയുണ്ട്. ഈ ബോർഡ് വെച്ചാൽ തീരെ കിട്ടില്ല. കാരണം -y ആക്സ് കിട്ടും താഴേക്ക്, -z ആക്സോ, z ആക്സ് ഇങ്ങനല്ലേ? ഇതാണ് z ആക്സിൻ്റെ ഡയറക്ഷൻ. ഇതല്ലേ നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെരിച്ചു വരച്ചിട്ടുള്ളത്? ഇവിടുന്ന് ഇങ്ങോട്ടാണ് z ആക്സ്. അതിന് പകരം നമ്മൾ ഇങ്ങനെയാണ് മാർക്ക് ചെയ്തത്. കാരണം ഇങ്ങനെ വരയ്ക്കാൻ നമുക്ക് ബോർഡില്ല, അതുകൊണ്ടാണ്. ഓക്കെ, സോ എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് സെഡ് ആക്സിസ്. ഓക്കെ, അതിൽ ആർ എന്നുള്ളതിൻ്റെ വാല്യൂ -z എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കാണ്. അത് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇങ്ങനെ എഴുതാൻ വളരെ എളുപ്പമാണ്. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് കൊലീനിയറിലേക്ക് ഒന്നുകൂടെ ചെല്ലാം. Two vectors lie on the same line are called collinear vectors. രണ്ട് വെക്ടേഴ്സ് കൊലീനിയർ ആണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ ആണ് b = na. രണ്ട് വെക്ടേഴ്സ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ they will be collinear. വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ. I എന്ന് പറഞ്ഞ എക്സ് ആക്സിലാണ്. What about 3i? X ആക്സിലാണ്. What about 5i? അതും x ആക്സിലാണ്. I along x axis, 3i along x axis, 5i along x axis. J y ആക്സിലാണ്. 8j y ആക്സിലാണ്. 12j y ആക്സിലാണ്. Okay, multiples അല്ലേ? So if b = na, the vectors will be collinear. Okay, അത് നമുക്ക് ഈ യൂണിറ്റ് വെക്ടറും കിട്ടിയിട്ടുണ്ടാവും. A vector with magnitude 1. ഒരു വെക്ടർ നമുക്ക് തന്നാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് യൂണിറ്റ് വെക്ടർ. കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ട്, ഏത് സംഖ്യേനെയും അതേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും. ഏത് വെക്ടറിനെയും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് യൂണിറ്റ് വെക്ടർ. എ വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോഡുലസ് വി വിൽ ഗെറ്റ് യൂണിറ്റ് വെക്ടർ.
ഓക്കെ, ഒരു വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടും. ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ യൂണിറ്റ് വെക്ടർ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇനി അടുത്ത ക്വാണ്ടിറ്റി സീറോ വെക്ടറാണ്. സീറോ വെക്ടർ, യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ വെക്ടർ വിത്ത് മാഗ്നിറ്റ്യൂഡ് 1. അപ്പോൾ സീറോ വെക്ടർ എന്ന് പറഞ്ഞാലോ എ വെക്ടർ വിത്ത് മാഗ്നിറ്റ്യൂഡ് 0 ആൻഡ് ഇറ്റ് ഹാസ് നോ ഡിറക്ഷൻ. അതുകൊണ്ട് തന്നെ അതിന് മറ്റൊരു പേരും കൂടിയും വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് സ്യൂഡോ വെക്ടർ. സ്യൂഡോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഫാൾസ് എന്നാണ്. ഫാൾസ് വെക്ടർ. എ വെക്ടർ വിത്ത് മാഗ്നിറ്റ്യൂഡ് 0. നിങ്ങളുടെ ബുക്കിൽ 0 മാഗ്നിറ്റ്യൂഡിലൊരു വെക്ടർ വരച്ചു തരുമോ? Can you draw a vector with 0 magnitude? ഇല്ല, വരയ്ക്കാൻ പറ്റില്ല. ഡയറക്ഷനും ഇല്ല, മാഗ്നിറ്റ്യൂഡും ഇല്ല. അപ്പോൾ വെക്ടർ എന്നുള്ളതിന് നമ്മൾ ആദ്യം തന്ന കണ്ടീഷൻ എന്താ? Vector is a quantity having both magnitude and direction. It should obey the law of vector addition. സീറോ വെക്ടറിന് മാഗ്നിറ്റ്യൂഡും ഇല്ല, ഡയറക്ഷനും ഇല്ല. പിന്നെ എങ്ങനെ അത് വെക്ടറായിട്ട് മാറുക? ഇറ്റ്സ് ഫ്രം ബേസിക് ഐഡിയ ഓഫ് മാത്സ്. നമുക്കറിയാം, ചക്കയും കൊണ്ട് കൂട്ടിയ ചക്കനെ കിട്ടും, മാങ്ങേനെ മാങ്ങയും കൊണ്ട് കൂട്ടിയ മാങ്ങേനെ കിട്ടും. ചക്കയും മാങ്ങയും തമ്മിൽ കൂട്ടാൻ പറ്റൂല, വേണമെങ്കിൽ ചക്കയും മാങ്ങയും തമ്മിൽ ഗുണിക്കാം. ഇത് കേട്ടപ്പോൾ നമുക്ക് ചിരി വന്നിട്ടുണ്ടാവും അല്ലേ? ഇംഗ്ലീഷിലാക്കിയ ഒരു ബുദ്ധിമുട്ടുമില്ല. നോക്കിക്കോളൂ, 5x plus 3x equal to 8x. 2y plus 4y equal to 6y. 2x plus 3y we don't know, but 5x into 8y, answer is 40xy. Replace x with chakka and y with manga. 5 ചക്ക പ്ലസ് 3 ചക്ക 8 ചക്ക. 2 മാങ്ങ പ്ലസ് 4 മാങ്ങ 6 മാങ്ങ. 2 ചക്ക പ്ലസ് 3 മാങ്ങ അറിഞ്ഞൂടാ. 5 ചക്ക ഇൻറ്റു 8 മാങ്ങ 40 ചക്ക മാങ്ങ. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? സോ രണ്ട് സംഖ്യകളെ ഒരേപോലെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, എങ്ങനാണെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം. അത് മിക്സിയിലിട്ട് അടിക്കണ മാതിരിയാണ്. അഡീഷൻ പ്രോപ്പർ യൂണിറ്റ് മാത്രം വെച്ചിട്ടാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും ചക്കയും കൊണ്ട് കൂട്ടിയ ചക്കനെ കിട്ടും, മാങ്ങയും കൊണ്ട് കൂട്ടിയ മാങ്ങനെ കിട്ടും. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? ദാറ്റ്സ് ബേസിക് ഐഡിയ ഓഫ് മാത്സ്. ഇനി ഇതേ ഐഡിയ ഇങ്ങോട്ട് കൊണ്ടു നോക്കിയേ. ചക്കയും കൊണ്ട് കൂട്ടിയ ചക്കനെ കിട്ടും, മാങ്ങയും കൊണ്ട് കൂട്ടിയ മാങ്ങനെ കിട്ടും. അപ്പം വെക്ടറിനെ വെക്ടർ കൊണ്ട് കൂട്ടിയ വെക്ടറിനെ കിട്ടണം. ഒന്നാമത്തെ വെക്ടർ എ, രണ്ടാമത്തെ വെക്ടർ -a. വെക്ടറിനെ വെക്ടർ കൊണ്ട് കൂട്ടിയ വെക്ടറിനെ കിട്ടണം. ഓക്കെ, അപ്പോൾ ആ ക്വാണ്ടിറ്റിൻ്റെ റിസൾട്ട് എന്തെന്നായിരിക്കും? വെക്ടർ തന്നെ ആയിരിക്കും. സ്റ്റിൽ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് 0. ഓക്കെ, വെക്ടറിനെ വെക്ടർ കൊണ്ട് കൂട്ടിയ വെക്ടറിനെ കിട്ടണം. അപ്പോൾ സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് സിമ്പിളാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. ദാറ്റ് വെക്ടർ ഈസ് ഫോം ഡ്യൂ ടു എ വെക്ടർ ഓപ്പറേഷൻ. വെക്ടറിന് എന്തോ ചെയ്തപ്പോൾ 0 കിട്ടിപ്പോയി കഷ്ടകാലത്തിന്. അത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് വെക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്? സീറോ വെക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. ഓക്കെ, അടുത്ത സെറ്റ് വെക്ടേഴ്സ്. ഇപ്പം നമ്മൾ പറഞ്ഞത് സീറോ വെക്ടറാണ്. നെക്സ്റ്റ് വൺ പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടർ എന്താണെന്ന് ചോദിച്ചാൽ പൊസിഷൻ കാണിക്കാനുള്ള വെക്ടറാണ്. ഒരു പോയിന്റിൻ്റെ പൊസിഷനെ കാണിക്കാനുള്ള വെക്ടറിനാണ് എന്ത് വിളിക്കുക? പൊസിഷൻ വെക്ടർ എന്ന് വിളിക്കുക. ഇപ്പോൾ ഇങ്ങനെ XY പ്ലെയിൻ ഉണ്ട് വിചാരിക്കുക. ഈ XY പ്ലെയിനിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് P. ഇറ്റ് ഈസ് XYZ. ഈ വെക്ടറിനെയാണ് നമ്മൾ പൊസിഷൻ വെക്ടർ എന്ന് വിളിക്കണത്. ഓക്കെ, ഇതാണ് P എന്ന് പറഞ്ഞ പോയിന്റ് വിചാരിക്കുക. സോ ഈ വെക്ടറിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. എ വെക്ടർ ഡ്രോൺ ഫ്രം ഒറിജിൻ ടു എ പർട്ടിക്കുലർ പോയിന്റ്, അതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? പൊസിഷൻ വെക്ടർ എന്ന് വിളിക്കുക. എ വെക്ടർ ഡ്രോൺ ഫ്രം ഒറിജിൻ ടു എ പർട്ടിക്കുലർ പോയിന്റ് ഇസ് കോൾഡ് പൊസിഷൻ വെക്ടർ. എ വെക്ടർ ഡ്രോൺ ഫ്രം ഒറിജിൻ ടു എ പർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ, സോ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: xi plus yj plus zk.
This is the equation for position vector. കാരണം എക്സ് വൈ സെഡ് എക്സ് ആക്സിസിൽ എക്സ് സെൻറ്റിമീറ്റർ, വൈ ആക്സിസിൽ വൈ സെൻറ്റിമീറ്റർ, സെഡ് ആക്സിൽ സെഡ് സെൻറ്റിമീറ്റർ. ഓക്കെ, സോ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ, ഈ വെക്ടറിനെയാണ് നമ്മൾ പൊസിഷൻ വെക്ടർ എന്ന് വിളിക്കുക. എ വെക്ടർ ഡ്രോൺ ഫ്രം ഒറിജിൻ ടു എ പെർട്ടിക്കുലർ പോയിന്റ്. എ വെക്ടർ ഡ്രോൺ ഫ്രം origin to a particular point is called a position vector. Okay, ഇനി അടുത്ത ക്വാണ്ടിറ്റി ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ഓക്കെ, അതിൻ്റെ ലോജിക് സിമ്പിൾ ആണ്. ഈ ഒരു പോയിന്റ്, ഈ വെക്ടർ R1, ഇവിടുത്തെ പോയിന്റ് ഈ വെക്ടർ R2, ഇതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് വിളിക്കാം. ഓക്കെ, ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇതുവരെ ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ R2 മൈനസ് R1. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ R21. സോ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് വെച്ചാൽ ഐഡിയ സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് എ വെക്ടർ ഇൻഡിക്കേറ്റിംഗ് ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ ടു പോയിന്റ്സ്. It is a vector indicating displacement between two points. അതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ഫസ്റ്റ് വെക്ടർ is R1, second vector is R2, and this one will be R2 minus R1, that's equal to R21. It is a vector indicating displacement between two points. Okay, ഇനി അടുത്ത വെക്ടർ ഓർത്തോഗണൽ വെക്ടേഴ്സ് ആണ്. ഓക്കെ, ഓർത്തോഗണൽ വെക്ടേഴ്സ്. ഓർത്തോഗണൽ വെക്ടർ എന്ന് പറഞ്ഞാൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആർ കോൾഡ് ഓർത്തോഗണൽ വെക്ടേഴ്സ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആർ കോൾഡ് ഓർത്തോഗണൽ വെക്ടേഴ്സ്. ഓക്കെ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടേഴ്സിനെയാണ് നമ്മൾ ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് വിളിക്കുക. ദ ടിപ്പിക്കൽ എക്സാമ്പിൾ ഈസ് എക്സ് വൈ സെഡ്. ഓക്കെ, ടിപ്പിക്കൽ എക്സാമ്പിൾ വരിക എക്സ് വൈ സെഡ് ആണ്. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? ഒരിക്കൽ കൂടെ വരയ്ക്കാം. ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്. ഇതാണ് ഓർത്തോഗണൽ വെക്ടേഴ്സ്. ഓക്കെ, എക്സ് വൈ സെഡ് ആർ ദി ഓർത്തോഗണൽ വെക്ടേഴ്സ്. ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ദേ ആർ ദി ഓർത്തോഗണൽ വെക്ടേഴ്സ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആർ കോൾഡ് ഓർത്തോഗണൽ വെക്ടേഴ്സ്. Got it properly? പ്രശ്നമൊന്നുമില്ലല്ലോ. Then what should be orthogonal unit vectors? Mutually perpendicular unit vectors are called orthogonal unit vectors. Mutually perpendicular orthogonal vectors are called orthogonal unit vectors. Okay, so I, J, K are the orthogonal unit vectors. I, J, K are the orthogonal unit vectors. Mutually perpendicular unit vectors ആണ് orthogonal unit vectors എന്ന് വിളിക്കുക. They are I, J and K. ഓക്കെ, സോ ഇത്രയും വെക്ടേഴ്സ് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഓക്കെ, അതിലൊരുവിധപ്പെട്ട എല്ലാ വെക്ടേഴ്സിനെയും നമുക്ക് പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും. കേട്ടാൽ മനസ്സിലാവാത്തതായിട്ട് ആ ഓർത്തോഗണൽ വെക്ടർ മാത്രമേ വരുള്ളൂ. മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആർ കോൾഡ് ഓർത്തോഗണൽ വെക്ടേഴ്സ്. ഐഡിയ ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വാണ്ടിറ്റി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ. ഒരു വെക്ടറിൻ്റെ magnitude or modulus of a vector r equal to xi plus yj plus zk. ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഓക്കെ, ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇതാണ് ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരിക. ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടാൻ റൂട്ട് ഓഫ് ഐ എന്നുള്ളതിൻ്റെ ക്വാണ്ടിറ്റീൻ്റെ സ്ക്വയർ പ്ലസ് ജെ എന്നുള്ളതിൻ്റെ കോഎഫിഷ്യൻ്റെ സ്ക്വയർ പ്ലസ് കെ എന്നുള്ളതിൻ്റെ കൂടെയുള്ള ക്വാണ്ടിറ്റിയുടെ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ ആർ ഇസ് ഈക്വൽ ടു
xi minus yj minus zk. ഇങ്ങനെയാണെങ്കിലും മോഡുലസ് ഓഫ് ആർ എത്രയെന്ന് ചോദിച്ചാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഓക്കെ, മോഡുലസ് ഓഫ് ആർ ഇസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ ഏത് വെക്ടറിൻ്റെ മോഡുലസ് കാണാൻ പറഞ്ഞാലും റൂട്ട് ഓഫ് ഒന്നാമത്തെ ടേമിൻ്റെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ ടേമിൻ്റെ സ്ക്വയർ പ്ലസ് മൂന്നാമത്തെ ടേമിൻ്റെ സ്ക്വയർ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ലോജിക് ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നേരത്തെ ഞാൻ പറഞ്ഞു യൂണിറ്റ് വെക്ടർ ഈസ് വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോഡുലസ്. മീൻസ് xi plus yj plus zk divided by root of x square plus y square plus z square. പറഞ്ഞ ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണോ? ഓക്കെ, അപ്പം നമുക്കൊരു വെക്ടർ തരാണ് a equal to 2i plus 3j plus 4k and b equal to 3i plus 5j plus 8k. Find a plus b cap. ഇങ്ങനെയാണ് വന്നത് വിചാരിക്കാം. ആദ്യം a plus b കാണാം. What is a plus b? രണ്ടും കൂടി കൂട്ടുക, 5i അഡീഷണൽ അപ്പോൾ ഒരേ ക്വാണ്ടിറ്റി തമ്മിലല്ലേ, then 8j plus 12k. What is modulus of a plus b? That is root of 5 square plus 8 square plus 12 square. എന്ന് പറഞ്ഞ root of 25 plus 64 plus 144. Okay, so 13 remainder 1, 5, 11, 13, 133, root 133. ആയി അതിരിച്ചു, root 233. 233. ഓക്കെ, സോ എ പ്ലസ് ബി ക്യാപ് എന്താന്ന് ചോദിച്ചാൽ 5i പ്ലസ് 8j പ്ലസ് 12k ഡിവൈഡഡ് ബൈ റൂട്ട് 233. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? യൂണിറ്റ് വെക്ടർ ഈസ് വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോഡുലസ്. ഓക്കെ, സോ എ എന്ന് പറഞ്ഞൊരു വെക്ടറും ബി എന്ന് പറഞ്ഞ വെക്ടറും തന്നിട്ട് എ പ്ലസ് ബി ക്യാപ്പ് ആണ് ചോദിച്ചതെങ്കിൽ ആദ്യം എ പ്ലസ് ബി കാണുക. എ പ്ലസ് ബി കാണാൻ ഐ ടേമുകളെ തമ്മിൽ ആഡ് ചെയ്യുക, ജെ ടേമുകളെ തമ്മിൽ ആഡ് ചെയ്യുക, കെ ടേമുകളെ തമ്മിൽ ആഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുക, ദെൻ ഗിവൺ വെക്ടർ ഡിവൈഡ് ബൈ ഇറ്റ്സ് മോഡുലസ്, യു വിൽ ഗെറ്റ് യൂണിറ്റ് വെക്ടർ. പറഞ്ഞ ലോജിക് വ്യക്തമായിട്ട് മനസ്സിലായോ? പ്രശ്നമൊന്നും ഇല്ലല്ലോ?